മനുഷ്യൻ കടന്നു പോകുന്ന ഒരു അവസ്ഥയാണ് പാരന്റിങ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ ട്രഡീഷൻ അനുസരിച്ച് 4 അവസ്ഥകളിലൂടെയാണ് മനുഷ്യ ജീവിതത്തിൽ കടന്നു പോകുന്നത്: ബ്രഹ്മചര്യം, ഗൃഹസ്ഥം, വാനപ്രസ്ഥം, സന്യാസം. ഗൃഹസ്ഥത്തിൽ വരുന്ന ഒരു കാര്യമാണ് പാരന്റിങ് എന്ന് പറയുന്നത്. കുട്ടികൾ ഉണ്ടാവുന്ന കുട്ടികളെ നോക്കുന്ന ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും വ്യത്യസ്തരായിട്ടുള്ള ആളുകളാണ്. വ്യത്യസ്തരായിട്ടുള്ള ആളുകൾ കുട്ടികളെ നോക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് കുട്ടികളെ നോക്കുന്നത്. എല്ലാവർക്കും ഇൻസ്പയർഡ് സോഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് ഹെലികോപ്റ്റർ പാരന്റിങ്? ഓക്കെ, നമ്മൾ ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പല രീതിയിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതാണ്. മുകളിലൂടെ നോക്കുക എന്നുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് ഇവിടെ കൂടുതലായിട്ട് വരുന്നത്. ഹെലികോപ്റ്റർ പാരന്റിങ്, ഹോവറിംഗ് ഓവർ അല്ലെങ്കിൽ ഗോയിങ് ഹൈ ആൻഡ് സീയിങ് ത്രൂ ദ തിങ്സ്. സോ വാട്ട് ഹിയർ ദിസ് പർട്ടിക്കുലർ ടേം ഡിഫൈൻ ദ ഹെലികോപ്റ്റർ പാരന്റിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പോൾ നമുക്കറിയാം, പാരന്റ്സ് പലവിധമാണ്. പാരന്റ്സ് തങ്ങളുടെ കുട്ടികളെ കുറിച്ച് വളരെ ഇൻട്രസ്റ്റ് എടുക്കുന്ന ആളുകളാണ്. കാരണം അവരിൽ നിന്ന് വന്ന കുട്ടികളായതുകൊണ്ട് തന്നെ അവരുടെ കുട്ടികൾ നല്ല രീതിയിൽ വളരണമെന്നും നല്ല പോഷകാംശമുള്ള ഭക്ഷണം ലഭിക്കണമെന്നും നല്ല സൗകര്യങ്ങൾ ലഭിക്കണമെന്നും നല്ല ജോലി ലഭിക്കണമെന്നും നല്ല ജീവിതാവസ്ഥയിലേക്ക് വരണമെന്നും ഒക്കെ വളരെ അതിതീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ് അവരുടെ പാരന്റ്സ്. അപ്പോൾ ഈ പാരന്റ്സ് എങ്ങനെയാണ് ഈ ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നത്, ഹെലികോപ്റ്റർ പാരന്റിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക്? ഇപ്പൊ പണ്ട് കാലത്തൊക്കെ നോക്കുകയാണെങ്കിൽ സ്ട്രിക്റ്റ് പാരന്റിങ് ഉള്ള പാരന്റ്സിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കുട്ടികളെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുന്ന പാരന്റ്സ്, ചെറിയ തെറ്റ് ചെയ്താൽ തന്നെ വലിയ രീതിയിലുള്ള ശിക്ഷകൾ കൊടുത്ത് ആ തെറ്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഭയം അവരിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവരെ നിയന്ത്രിക്കുന്ന പാരന്റ്സ്. പക്ഷേ ഇന്നത്തെ ജനറേഷനിലേക്ക് വന്ന് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, കുട്ടികളുടെ എണ്ണം കുറവാണ്, 1-2 ഒക്കെയാണ് കുട്ടികൾ. അപ്പൊ ഈ കുട്ടികളെ വളരെ നല്ല വാത്സല്യത്തോടെ തന്നെ നോക്കുന്നവരാണ് പാരന്റ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ പല കാര്യങ്ങളിലും പാരന്റ്സ് ഇടപെടുന്നുണ്ട്. അവർക്ക് അത് അവരുടെ വളർച്ചയെ കുറിച്ച് ക്യൂരിയസ് ആയതുകൊണ്ട് തന്നെ. ഇപ്പോ ഒരു ബേബിഹുഡിലായിരിക്കുന്ന ഒരു കുട്ടിയെ എടുക്കുമ്പോൾ വളരെ കെയറോടുകൂടി നമ്മൾ ആ കുട്ടിയെ എടുക്കണം. ബിക്കോസ് ദ പേഴ്സൺ ഈസ് ബേബി, ഓക്കെ, അല്ലെങ്കിൽ ആ കുട്ടി ഒരു ബേബിയാണ് എന്നുള്ളതാണ് അതിനുള്ള ഒരു കാരണം. അപ്പോ അവര് ഈ പാരന്റ്സ് ഈ കുട്ടി പിന്നീട് വളർന്ന് വലുതായി കഴിയുമ്പോൾ അവരെ സ്കൂളിലാക്കുന്നു. പിന്നീട് കുട്ടിയുടെ ഓരോ കാര്യങ്ങളും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. ടീച്ചേഴ്സിനെ വിളിച്ച് ചോദിക്കുക, കുട്ടികൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ, പഠിക്കുന്നില്ലെങ്കിൽ ടീച്ചേഴ്സിന് നിർദ്ദേശം കൊടുക്കുക, അല്ലെങ്കിൽ പല രീതിയിലുള്ള കോച്ചിങ് കുട്ടികൾക്ക് കൊടുക്കുക. കുട്ടികളെ കൊണ്ട് തന്നെ അവർ ചെയ്യേണ്ട പ്രോബ്ലംസ് അല്ലെങ്കിൽ ഹോംവർക്കുകൾ അതൊക്കെ പാരന്റ്സ് തന്നെ ചെയ്തു കൊടുക്കുക. അങ്ങനെ പല രീതിയിൽ കുട്ടികളെ സഹായിക്കുക. അവർ ചെയ്യേണ്ട ഏജ് റിലേറ്റഡ് ടാസ്കുകളെല്ലാം തന്നെ പാരന്റ്സ് തന്നെ അവർക്ക് ചെയ്തു കൊടുക്കുക. അങ്ങനെ കുട്ടികളെ ഒരു രീതിയിലേക്ക് കൊണ്ടുവരിക. ഇതിനെയാണ് നമ്മൾ ഹെലികോപ്റ്റർ പാരന്റിങ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഹെലികോപ്റ്റർ പാരന്റിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുക കുട്ടികളെ കൂടുതൽ അവരുടെ എഫിഷ്യൻസി ഇല്ലാതാക്കുന്ന ഒരു രീതി തന്നെയാണ്. പക്ഷെ ഇതൊരു മോഡേൺ വേൾഡിലാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ട്രഡീഷണൽ വേൾഡിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടികളെ കൂടുതൽ ശിക്ഷിച്ച് ഭയത്തോടെ വളർത്തുന്നതാണെങ്കിൽ, ഇവിടെ ഇന്നത്തെ മോഡേൺ വേൾഡിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഏജിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഹെലികോപ്റ്റർ പാരന്റിങ് ആണ്. ഈ ഹെലികോപ്റ്റർ പാരന്റിങ്ങിൽ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളിലും പാരന്റ്സ് ഇടപെടുകയും കുട്ടികളായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആളുകൾക്കും നിർദ്ദേശങ്ങൾ കൊടുക്കുകയും കുട്ടികളുടെ പ്രോബ്ലങ്ങൾ പാരന്റ്സ് തന്നെ സോൾവ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിന് ഫസ്റ്റ് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മൈക്രോ മാനേജ്മെന്റ് ആണ്. ചെറിയ കുട്ടികളുടെ കാര്യങ്ങൾ പോലും പാരന്റ്സ് കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് ചെയ്ത് എന്റെ മോൾ എന്നുള്ള ആ ഒരു പ്രത്യേക വാത്സല്യം, ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു പൊസസീവ്നെസ് വഴി അവർക്ക് എല്ലാം തന്നെ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. മൈക്രോ മാനേജ്മെന്റ് ഇതിൽ വളരെ എല്ലാ കാര്യങ്ങളും കുട്ടികളെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തു കൊടുക്കുന്നു. രണ്ടാമത് വരുന്നതാണ് പ്രോബ്ലം സോൾവിങ്. ഈ പ്രോബ്ലം സോൾവിങ്ങിൽ കുട്ടികൾ ചെയ്യേണ്ട ഹോംവർക്കും കുട്ടികളുടെ മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ ഏജ് റിലേറ്റഡ് ആയിട്ട് കുട്ടികൾ ചെയ്യുന്ന ഗെയിംസിലൊക്കെ അല്ലെങ്കിൽ പസിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പാരന്റ്സ് ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യമാണ്. ഈ പ്രോബ്ലം സോൾവിങ് വളരെ the parents are doing for the children and this is not helping the children in a healthy way for the future. പിന്നീട് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ്, പാരന്റ്സിന്റെ ഭയങ്കരമായിട്ടുള്ള കുട്ടികളുടെ എല്ലാ കാര്യങ്ങളിലും ഭയങ്കരമായിട്ട് വരുന്ന ഇൻവോൾവ്മെന്റ്. അപ്പൊ എന്താണ് ഈ മൈക്രോ മാനേജ്മെന്റും അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് ഫോർ ദ ചിൽഡ്രനും വഴി കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ?
ഫസ്റ്റ് അപ്പോൾ റെഡ്യൂസ്ഡ് സെൽഫ് എഫിക്കസി, അവരുടെ സെൽഫ് എഫിക്കസി ഇല്ലാതാകുന്നു എന്നുള്ളതാണ്. എനിക്ക് തന്നിൽ തന്നെയുള്ള തന്റെ സ്കില്ലിലുള്ള ഒരു വിശ്വാസം അത് കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. എനിക്കൊരു സ്കില്ലുണ്ട്, ആ സ്കില്ലനുസരിച്ച് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് പ്രശ്നം കുട്ടികൾക്ക് ഉണ്ടാകുന്നത്. രണ്ടാമതായിട്ട് വരുന്നത് ഇൻക്രീസ്ഡ് ആൻസൈറ്റിയാണ്. എന്ത് പെർഫോമൻസിന് കുട്ടികൾ പോകുമ്പോഴും അവരുടെ ഉള്ളിൽ എനിക്ക് ശരിയായിട്ട് ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ആൻഷ്യസിറ്റി അല്ലെങ്കിൽ ഒരു ഭയം അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്. അത് പാരന്റ്സ് ഇവരുടെ ഉള്ളിൽ കുത്തി നിറയ്ക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ആൻസൈറ്റി അവർക്ക് കടന്നു വരുന്നത്. ഈ പാരന്റ്സ് എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് ഈ ആൻസൈറ്റി ഉണ്ടാകുന്നത്. മൂന്നാമതായിട്ട് വരുന്നത് സൈഗാർനിക് ഇഫക്റ്റ് ആണ്. എന്ത് ടാസ്ക് ചെയ്താലും കുട്ടിക്ക് തോന്നാണ് എനിക്കത് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആവുന്നില്ല, ഇത് എപ്പോഴും അൺകംപ്ലീറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. എന്റെ ഹോംവർക്ക് ചെയ്താലും അസൈൻമെന്റ് ചെയ്താലും എന്ത് ചെയ്താലും അവർക്ക് അതിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത ഒരു അവസ്ഥ അതും സംഭവിക്കുകയാണ്. സൈഗാർനിക് ഇഫക്റ്റ് ഓൾസോ അനദർ ഫീച്ചർ ഓഫ് ഹെലികോപ്റ്റർ പാരന്റിങ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലൂടെ കുട്ടികൾ കടന്നു പോവുകയും ഒരു പ്രോബ്ലം സിറ്റുവേഷനിലേക്ക് അവർ കടന്നു വരികയും ചെയ്യും. അപ്പൊ എന്താണ് ഇതിനുള്ള സൊല്യൂഷൻസ്? പാരന്റ്സിനെ തന്നെ മനസ്സിലാക്കുകയും കുട്ടികളെ കൊണ്ട് തന്നെ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ടാസ്കുകൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കുകയും ഹോംവർക്കുകൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കുകയും അവർക്ക് സ്വയം ചെയ്യാൻ കഴിയുന്ന സാധ്യതയുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് തന്നെ വിട്ടുകൊടുക്കുകയും ചെയ്യുന്നത് വഴി അവരെ കൂടുതൽ കോൺഫിഡന്റ് ആക്കുകയും സെൽഫ് എസ്റ്റീം ഉള്ളവരാക്കി മാറ്റുകയും അതോടൊപ്പം തന്നെ അവരെ സ്വന്തം കഴിവിലുള്ള വിശ്വാസമുള്ളവരാക്കി അല്ലെങ്കിൽ സെൽഫ് എഫിക്കസി ഉള്ളവരാക്കി മാറ്റുകയും ചെയ്യുന്നു. അപ്പൊ ഈ ഒരു ഫ്ലെക്സിബിൾ അപ്രോച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യാതെ ഒരു മിതമായിട്ടുള്ള രീതിയിൽ അവരെ മോണിറ്റർ ചെയ്ത് അവരെ നല്ല കുട്ടികളായി എല്ലാ വളർത്താനായിട്ട് ശ്രമിക്കുമ്പോൾ അത് അവരെ കൂടുതൽ കോൺഫിഡൻസിലേക്കും സെൽഫ് എഫിക്കസിയിലേക്കും നയിക്കുന്നു. So let us understand and deeply about the features of this helicopter parenting and monitor the way the parents are doing so that the future generations will have a well self-efficacy and self-esteem. Thank you, dear friends.